ഇത് സ്പെയിനിലെ ബാഴ്സലോണ നഗരത്തിലെ കത്തീഡ്രൽ സ്ക്വയറാണ്. നഗരത്തിലെ വിവിധ കാഴ്ചകൾ കണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും നേരം നന്നേ ഇരുട്ടിക്കഴിഞ്ഞു. പലവിധ ആളുകൾ ഈ സ്ക്വയറിൽ പലവിധ പരിപാടികളുമായിട്ടുണ്ട്. ധാരാളം ആളുകൾ വരുന്ന ഇടമാണ്. ചെറിയൊരു സ്ക്വയർ. ഇവിടുത്തെ പ്രശസ്തമായ ബാഴ്സലോണ കത്തീഡ്രലിന് മുന്നിലെ സ്ക്വയറാണ്. ബാഴ്സലോണയിൽ ഉച്ചയ്ക്ക് വന്ന ഞാൻ പല കാഴ്ചകൾ കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ നേരം 7:30 കഴിഞ്ഞിരിക്കുന്നു. ബാഴ്സലോണ കത്തീഡ്രൽ വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ്. ബാഴ്സലോണ ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയം. കത്തീഡ്രൽ ഓഫ് ദി ഹോളി ക്രോസ് ആൻഡ് സെന്റ് യുലാലിയ എന്നാണ് പള്ളിയുടെ പേര്. ബാഴ്സലോണയുടെ സംരക്ഷകയായി അറിയപ്പെടുന്ന വിശുദ്ധയാണ് യുലാലിയ. വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച 13കാരി. 13-ാം നൂറ്റാണ്ടിലാണ് പള്ളിയുടെ പണി ആരംഭിച്ചത്. 15-ാം നൂറ്റാണ്ടിൽ പൂർത്തിയായി. എന്നാൽ മുൻവശത്ത് കാണുന്ന ഗംഭീരമായ ഗോത്തിക് മുഖപ്പ് നിർമ്മിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. കത്തലാൻ ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച പള്ളി. ഈ കത്തീഡ്രലിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്പെയിൻ ഒരു കാലത്ത് ലോകം മുഴുവൻ കോളനികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പല ഭൂഖണ്ഡങ്ങളിൽ ഇവർ വലിയ കോളനികൾ സ്ഥാപിച്ചു. ക്രൂരമായ രീതിയിലായിരുന്നു അവിടെയുണ്ടായിരുന്ന ആളുകളോട് സ്പെയിൻകാർ പെരുമാറിയിരുന്നത് എന്നതും ഒരു വസ്തുതയാണ്. ഞാൻ അങ്ങനെ നടക്കുമ്പോൾ അഡ്വക്കേറ്റ് തോമസിന്റെ അടുത്ത് വേറൊരാളുണ്ട്. ഇദ്ദേഹം റോബിൻ. മലയാളിയാണ്, തൃശൂർക്കാരൻ. ഞാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് കാണാൻ വന്നതാണ്. ഇദ്ദേഹം ഇവിടെ ഐസ്ക്രീം പാർലറുകൾ നടത്തുന്ന ഒരു സംരംഭകനാണ്. കഠിനാധ്വാനം കൊണ്ട് വളർന്ന ഒരു മലയാളി. ഇവിടെ കുറെ ആന്റിക് ഷോപ്പുകളുണ്ട്. പള്ളിയുടെ മുന്നിലെ സ്ക്വയറിൽ തന്നെയാണിത്. കുറേയേറെ ആന്റിക് ഷോപ്പുകൾ. ഇത് വീക്കെൻഡുകളിൽ മാത്രം തുറക്കുന്നതാണ്. താൽക്കാലിക ടെന്റുകളിലാണ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത്. വീടുകളിൽ ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗമില്ലാത്തതും എന്നാൽ മറ്റുള്ളവർക്ക് താൽപ്പര്യമുള്ളതുമായ ആന്റിക്സ് ആണ് ഈ സാധനങ്ങൾ മുഴുവൻ. പാവകൾ, ശില്പങ്ങൾ, വീട്ടുപകരണങ്ങൾ, സ്പൂണുകൾ, ആഭരണങ്ങൾ എന്നുവേണ്ട സർവ്വതുമുണ്ടിവിടെ. വീടിനെ അലങ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ആന്റിക് കളക്ഷൻ ഹോബിയായിട്ടുള്ളവർക്കും നല്ലൊരു സ്ഥലമാണ്. നല്ല വിലയുണ്ട് മിക്കതിനും. 1 നൂറ്റാണ്ടൊക്കെ മുൻപുള്ള സാധനങ്ങളാണ്. പഴയകാല പാവകൾ, അതുപോലെ ഭക്തവസ്തുക്കൾ, കുരിശ്, കൊന്ത തുടങ്ങിയവ. പിന്നെ പണ്ടത്തെ പല സാധനങ്ങളുടെയും പെട്ടികൾ. ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ട്. മരം കൊണ്ടുള്ള ചില പാവകൾ, തെറ്റാലി എന്നിങ്ങനെ പലതുമുണ്ട്. ഈ ആന്റിക് ഷോപ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇവരുടെ ഒരു കോളനി കാലത്തെക്കുറിച്ചാണ്. കോളനിയാക്കിയ നാടുകളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. ഏഷ്യയിൽ നിന്നുള്ള ശില്പങ്ങൾ വരെയുണ്ട്. സ്പെയിനിന്റെ സമ്പന്നതയുടെ കാരണം തന്നെ കോളനികളിൽ നിന്ന് വലിയ തോതിൽ നടന്ന ചൂഷണമാണ്. ലാറ്റിൻ അമേരിക്കയിലേക്കെല്ലാം കോളനിവൽക്കരണത്തിന് പോയ സ്പാനിഷ് കപ്പലുകളിൽ പട്ടാളക്കാർക്കൊപ്പം കത്തോലിക്ക സഭയുടെ വൈദികരുമുണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കയിലെ തദ്ദേശീയരിൽ നല്ലൊരു ഭാഗത്തെയും കൊന്നൊടുക്കിയ വലിയൊരു ചരിത്രം ഈ സ്പെയിനിനുണ്ട്. ഇന്ന് ബാഴ്സലോണ ഒരു സാംസ്കാരിക നഗരമാണ്. ഇവിടെ നിന്നാണ് കൊളംബസ് യാത്ര തിരിച്ചതെന്ന് ഓർക്കണം. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പുരാവസ്തുവാണിത്. ഹിന്ദിയിലാണ് അതിലെ എഴുത്ത്. ഫിലിപ്പൈൻസിലൊക്കെ സ്പെയിൻകാർ ചെന്നെത്തിയ കാലത്ത് നടത്തിയ ക്രൂരതകൾ ചെറുതായിരുന്നില്ല. സ്പാനിഷ് പര്യവേക്ഷകർ കണ്ടെത്തിയ ഓരോ ഇടത്തേക്കും ഇവിടെ നിന്നും പട്ടാളക്കാരും പോയിരുന്നു. 2 കാര്യങ്ങളാണ് പുതിയ നാടുകൾ തേടിപ്പോയ സ്പെയിൻകാർ ലക്ഷ്യമിട്ടത്. അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുകയും ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും. ഈ 2 ഉദ്ദേശത്തിൽ സ്പെയിൻകാർ അക്കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കപ്പലേറിപ്പോയിരുന്നു. ചെന്നെത്തിയ ഓരോ നാട്ടിലെയും സമ്പത്ത് അവർ കൊള്ളയടിച്ചു. ചരിത്രത്തിന്റെ ഭാഗമായ അത്തരം കാര്യങ്ങളും വിസ്മരിക്കാൻ കഴിയില്ല. പഴയ വീട്ടുപകരണങ്ങളാണ് ഇവിടെ. പുരാവസ്തു കളക്ഷൻ ആവേശമാക്കിയവരെ അത്ഭുതപ്പെടുത്തുന്ന പലതുമുണ്ടിവിടെ. വേറൊരു ഭാഗത്ത് കടപ്പത്രങ്ങൾ, ഷെയർ സർട്ടിഫിക്കറ്റുകൾ, ബോണ്ടുകൾ തുടങ്ങിയവയാണ് നിരത്തിവെച്ചിരിക്കുന്നത്. ഇതും വലിയ പഴക്കമുള്ളവയാണ്. കോസ്റ്ററിക്ക റെയിൽ കമ്പനി തുടങ്ങി പലതിൻ്റെയും ഷെയർ സർട്ടിഫിക്കറ്റുകളും ഡിബഞ്ചറുകളും. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല കമ്പനികളുടേതുണ്ട്. പെൻസിൽവേനിയ റെയിൽ റോഡ്, ബോസ്റ്റൺ ആൻഡ് ഗ്രേറ്റ് ഫാൾ ഇലക്ട്രിക് ലൈറ്റ് പവർ കമ്പനി തുടങ്ങിയവയുടെയെല്ലാം ഷെയർ സർട്ടിഫിക്കറ്റുകളുണ്ട്. ഇലിനോയി ട്രാക്ഷൻ കമ്പനി, ബ്രസീൽ റെയിൽവേ കമ്പനി, ഷിക്കാഗോ റോക്ക് ഐലൻഡ് ആൻഡ് പസഫിക് റെയിൽവേ കമ്പനി, ഇങ്ങനെ നിരവധി കമ്പനികളുടെ പഴയ ഷെയർ സർട്ടിഫിക്കറ്റുകൾ.
ഇതെല്ലാം പുരാവസ്തു എന്ന നിലയിൽ വിൽപ്പനയ്ക്കുള്ളതാണ്. ചരിത്രബോധമുള്ള ഏതൊരാൾക്കും ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ വലിയ ആവേശമാണുണ്ടാവുക. പഴയ കാലത്തെ സ്റ്റിൽ ക്യാമറകൾ അന്നത്തെ ഹാൻഡി ക്യാമറകളാണ്. ലെൻസ് മാനുവലായി മുൻപോട്ടും പുറകോട്ടും തള്ളാവുന്ന തരത്തിലുള്ളത്. ഞങ്ങൾ അങ്ങനെ കണ്ടു നിൽക്കെ ഒരാൾ കട അടച്ചു തുടങ്ങി. നേരം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേയുള്ളൂ. പൊതുസ്ഥലത്ത് അതൊക്കെ ഒരു തുണിയിട്ട് മൂടിവെച്ചാൽ അവിടെ ഇരുന്നു കൊള്ളും. കത്തീഡ്രൽ സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. ഇവിടെ എന്തോ പരിപാടി നടക്കുകയാണ്. തെരുവ് കലാകാരന്മാരുടെ ഡാൻസും സർക്കസും ഒക്കെ ചേർന്ന പരിപാടി. കളേർഡ് ആളുകളാണ് അവതാരകർ. നൂറുകണക്കിന് ആളുകൾ വട്ടമിട്ട് നിൽക്കുന്നു. ഒരു അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. സാമ്പത്തികമായി തങ്ങളോട് സഹകരിക്കണമെന്നാണ് പറയുന്നത്. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പാത്രവുമായി വരുമ്പോൾ മുങ്ങിക്കളയരുത് എന്നർത്ഥം. 4-5 യുവാക്കളാണ് അവതാരകർ. പക്ഷേ പരിപാടി തുടങ്ങുന്നില്ല. ഞാൻ കുറച്ചു നേരം കാത്തുനിന്നു. പ്രസംഗമല്ലാതെ ഒന്നും നടക്കുന്നുമില്ല. ജനം പയ്യെ പിരിഞ്ഞു തുടങ്ങി. ഞാനും അവിടെ നിന്ന് നടന്നു. പരിപാടിയൊന്നും കാണാൻ പറ്റിയില്ല. എനിക്കിന്ന് മറ്റു ചില കാഴ്ചകളിലേക്ക് കൂടി പോകാനുണ്ട്. കാരണം നാളെ ബാഴ്സലോണ സിറ്റിയിൽ നിന്നും ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകണം. കത്തീഡ്രൽ സ്ക്വയറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾ ഒരു കോട്ട പോലെ നിൽക്കുകയാണ്. അതിന്റെ ഒരു ഭാഗത്ത് ഒരു കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ് റോബിൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. വഴിയോരങ്ങളിൽ റെസ്റ്റോറന്റുകൾ. അതിൽ ചിലതൊക്കെ അടച്ചു തുടങ്ങി. പക്ഷേ അവിടെ ഒരു സ്മാരകമുണ്ട്. അക്കാണുന്ന മതിലാണ് റോബിൻ പറഞ്ഞ സ്മാരകം. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു മതിലാണ്. ചുണ്ടുകൾ പരസ്പരം ചുംബിക്കുന്ന ചിത്രമാണ് അതിൽ കാണുന്നത്. എന്നാൽ അടുത്തു ചെന്ന് നോക്കുമ്പോഴാണ് അത്ഭുതം. ആയിരക്കണക്കിന് ചെറിയ സെറാമിക് ടൈലുകൾ. അതിൽ ഓരോ ടൈലിലും ഓരോ ചിത്രമുണ്ട്. 4000-ഓളം ടൈലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1701 തുടങ്ങി 1714 അവസാനിച്ച സ്പാനിഷ് പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ 300-ാം വാർഷികത്തിൽ 2014 സ്ഥാപിച്ചതാണ് ഈ സ്മാരകം. യൂറോപ്പിലെ വൻശക്തികളെല്ലാം പങ്കെടുത്ത സ്പാനിഷ് പിന്തുടർച്ചാവകാശ യുദ്ധത്തിൽ 8.5 ലക്ഷത്തോളം പേരാണ് മരിച്ചത്. ആ യുദ്ധത്തിന് ഒരു സ്മാരകം നിർമ്മിക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്നതിനെ പ്രമേയമാക്കി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമെന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് മറുപടിയായി ബാഴ്സലോണയിലെ ജനങ്ങൾ അയച്ചുകൊടുത്ത ചിത്രങ്ങളാണ് ഈ ടൈലുകളിൽ. ഫോട്ടോഗ്രാഫർ ജോവാൻ ഫോണ്ട് കുബർട്ട്, സെറാമിറ്റ് ആന്റണി കുമല്ല എന്നിവർ ചേർന്നാണ് ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തത്. പുതുമയുള്ള ഒരു സ്മാരകം. അതിനു മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ഇവിടം സന്ദർശിക്കുന്നവർ മറക്കാറില്ല. അവിടെ നിന്നും ഞങ്ങൾ നടത്തം തുടർന്നു. ഇടത്തെരുവുകളിലൂടെയാണ് നടക്കുന്നത്. ആളുകൾക്ക് നടന്നു മാത്രം പോകാൻ കഴിയുന്ന ഇത്തരം നിരവധി ഇടത്തെരുവുകൾ ബാഴ്സലോണയ്ക്കുണ്ട്. നല്ല വൃത്തിയുള്ള വഴികൾ. അതിനിരുവശത്തും പഴയ കെട്ടിടങ്ങളാണ്. റോബിനാണ് അതിലൂടെ എന്നെ കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്ത് തന്നെ റോബിന്റെ 1-2 ഷോപ്പുകളുണ്ട്. നടന്ന് ഞങ്ങൾ ഓപ്പറ തിയേറ്ററിന്റെ മുന്നിലേക്കെത്തി. പലാവു ദെ ലാ മ്യൂസിക്ക എന്നാണ് ഇത് നഗരത്തിൽ പൊതുവെ അറിയപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാന പട്ടികയിൽ ഇടം പിടിച്ച കൺസേർട്ട് ഹാളാണത്. നല്ല തിരക്കുണ്ടിവിടെ. ഒരു ഷോ കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങി വരികയാണ്. സിനിമ കാണാൻ മാത്രമല്ല ആളുകൾ ഇടിച്ചു കയറുന്നത്. ഇത്തരം നഗരങ്ങളിൽ മ്യൂസിക് കൺസേർട്ടുകളും ഓപ്പറകളും കാണാനും ധാരാളം ആളുകളുണ്ടെന്ന് ഈ തിരക്ക് കാണുമ്പോൾ മനസ്സിലാകും. കത്തലാൻ മോഡേണിസ്റ്റ് രീതിയിൽ നിർമ്മിച്ച കൺസേർട്ട് ഹാൾ. പല പടിക്കെട്ടുകളിലൂടെ ആളുകൾ ഇറങ്ങി വരുന്നു. സിംഫണികൾ, ചേംബർ മ്യൂസിക്, കനോക്ക എന്ന കത്തലാൻ ട്രഡീഷണൽ മ്യൂസിക് എന്നിവയാണ് പ്രധാനമായും ഇവിടെ അവതരിപ്പിക്കുന്നത്. ട്രിബ്യൂട്ട് എ ക്യൂൻ എന്ന പരിപാടിയാണ് ഇന്ന് നടന്നത്. 1908 ഈ കെട്ടിടം നിർമ്മിച്ചത്. 1989 പഴയ രീതിയിൽ പുതുക്കിപ്പണിത കൺസേർട്ട് ഹാളാണ് ഇന്ന് കാണുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ പ്രമുഖ കത്തലാൻ ശില്പിയായ ലൂയിസ് ഡൊമിനിക് ഇ മൊണ്ടാനാറാണ് ഇതിന്റെ ആർക്കിടെക്ട്. കത്തലാൻ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ 2ാം വരവിലെ നാഴികക്കല്ലായി ഈ കെട്ടിടം കണക്കാക്കപ്പെടുന്നുണ്ട്. ഓർഫിയോ എന്ന ക്വയർ സൊസൈറ്റിയും ബാഴ്സലോണയിലെ ധനികരും ഇതിന്റെ നിർമ്മാണത്തിനായി വലിയ തുക മുടക്കിയിരുന്നു. അവിടുന്ന് വീണ്ടും നടന്നു.
തെരുവിൽ നിറയെ ജനമാണ്. വീണ്ടും ഒരു ഇടത്തെരുവിലേക്ക് കയറി. ഈ ഇടത്തെരുവിനൊക്കെ നല്ല വൃത്തിയുണ്ട്. അതിലൂടെ എത്തിയത് ഒരു മാർക്കറ്റിനടുത്തേക്കാണ്. സാന്താ കത്രീന എന്ന മാർക്കറ്റ് ഇൻഡോർ മാർക്കറ്റാണ്. അല്പം മുൻപ് ഒരു മാർക്കറ്റ് കണ്ടതുകൊണ്ട് ഇനി അതിനകത്ത് കയറേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നടന്ന് ടോപ്പിംഗ് സർക്കസ് എന്ന ഒരു കടയുടെ മുന്നിലെത്തി. ഇത് റോബിന്റെ ഒരു കടയാണ്. റോബിൻ 5 കൊല്ലം മുൻപ് ആരംഭിച്ച കട. റോബിൻ 10 കൊല്ലമായി ഇവിടെയുണ്ട്. പല ബിസിനസ്സുകളുണ്ട് അദ്ദേഹത്തിന്. ഐസ്ക്രീം പാർലറുകളാണ് പ്രധാന ബിസിനസ്. രാത്രി വൈകിയെങ്കിലും കടയിൽ ധാരാളം ആളുകളുണ്ട്. പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ, ഇന്ത്യൻ മാംഗോ ഐസ്ക്രീം വരെയുണ്ട്. എനിക്ക് ചില സാമ്പിളുകളൊക്കെ തന്നു. ചോക്ലേറ്റ് ബോളുകൾ, പല നിറത്തിലും രുചിയിലുമുള്ള ഐസ്ക്രീമുകൾ. ലാഭകരമായി പോകുന്ന കടയാണ്. കഠിനാധ്വാനം കൊണ്ട് ഇവിടെ നല്ലൊരു ബിസിനസ് നടത്തുന്ന ചെറുപ്പക്കാരനാണ് റോബിൻ. ഇത്തരത്തിലുള്ള 6ഓളം സ്ഥാപനങ്ങൾ ബാഴ്സലോണയുടെ പല ഭാഗങ്ങളിലായി റോബിനുണ്ട്. അവിടുന്ന് ഞങ്ങൾ വീണ്ടും നടന്നു. വഴിയോരങ്ങളിലെ ചെറിയ സ്ക്വയറുകളിലെല്ലാം ഇത്തരത്തിൽ നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. രസകരമാണ് അതിന്റെ കാഴ്ച തന്നെ. അവിടെ സുഹൃത്തുക്കൾ കഥ പറഞ്ഞങ്ങനെ ഇരിക്കുന്നു. സന്ധ്യയാകുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ രസമാണല്ലോ. കൊതുകില്ല, ദുർഗന്ധമില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് ഇറങ്ങി. വണ്ടിയെടുത്തു. ഇത്രയും തിരക്കേറിയ നഗരത്തിന്റെ ഏതു ഭാഗത്തും ഇതുപോലെ ഭൂമിക്കടിയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഫെസിലിറ്റികൾ. നഗരത്തിനടിയിലാണ് അതെന്നോർക്കണം. നമ്മുടെ നഗരാസൂത്രകർ പഠിക്കേണ്ട ഒരു പാഠമാണത്. നമുക്ക് ധാരാളം മൈതാനങ്ങളുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമെല്ലാം. ആ മൈതാനങ്ങളുടെ അടിയിൽ പാർക്കിംഗ് ഒരുക്കിയാൽ മതി. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനു മുന്നിലെ വെളിമ്പറമ്പിനടിയിൽ പാർക്കിംഗ് കേന്ദ്രമുണ്ടാക്കാം. മെറൈൻ ഡ്രൈവിന്റെ അടിയിലും അതൊരുക്കാം. കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിന്റെ അടിഭാഗം പാർക്കിംഗ് ആക്കാം. അങ്ങനെ എല്ലാ നഗരങ്ങളിലും വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ടാക്കാനാവും. ഭൂമിക്കടിയിൽ പല നിലകളിലായി പാർക്കിംഗ് ഒരുക്കണം. ബാഴ്സലോണയിലെ കാഴ്ചകളിൽ നിന്ന് ഇനി മടങ്ങുകയാണ്. നഗരത്തിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതുകൊണ്ടല്ല. സാന്റ് കുഗാത്ത് എന്ന ഒരു പട്ടണത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു മുനിസിപ്പാലിറ്റിയാണത്. ബാഴ്സലോണയിൽ നിന്ന് ഏതാണ്ട് 35 മിനിറ്റിന്റെ ഡ്രൈവ് ഉണ്ട് സാന്റ് കുഗാത്തിലേക്ക്. അങ്ങനെ സാന്റ് കുഗാത്തിലേക്കെത്തി. ഇവിടെയാണ് തോമസിന്റെയും ജീനിന്റെയും വീട്. ഒരു അപ്പാർട്ട്മെന്റാണ്. ഭൂമിക്കടിയിലാണ് അതിന്റെ പാർക്കിംഗ്. അതിലേക്ക് വണ്ടി ഇറക്കി. ഇന്ന് അത്താഴം ഇവിടെയാണ്. അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പോൾ മലയാളികളുടെ ഒരു ചെറു സംഘം കാത്തുനിൽപ്പുണ്ട്. തോമസ്, അദ്ദേഹത്തിന്റെ അടുത്തു നിൽക്കുന്നത് അനീഷ്, പിന്നെ പോൾ, റോബിൻ, നോറ, ജീൻ, സുബിൻ, അങ്ങനെ പലരും. പോളാണ് തോമസിന്റെ ഇളയ കുട്ടി. അവൻ നാണം കുണുങ്ങി നിൽക്കുന്നു. എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു. റോബിന്റെ അടുത്തു നിൽക്കുന്നത് നോറ. നേരത്തെ ഞങ്ങൾ സ്ട്രീറ്റിൽ വെച്ച് അവളെ കണ്ടിരുന്നു. ലാ ബൊക്കേറിയ മാർക്കറ്റിന്റെ അടുത്തുവെച്ച്. വലത്തെ അറ്റത്ത് നിൽക്കുന്നത് ടെസ് മറിയ, തോമസിന്റെയും ജീനിന്റെയും മൂത്ത മകളാണ്. അവളുടെ പരീക്ഷ ഇന്നലെയാണ് കഴിഞ്ഞത്. അതിന്റെ ഒരു ആഘോഷത്തിനായി ഫ്രണ്ട്സുമൊത്ത് ചില്ലൌട്ടിനായി പുറത്തു പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അടുത്ത ട്രെയിനിന് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ചുനേരം വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അനിഷും റോബിനും സുബിനുമൊക്കെ കുറച്ച് അകലെ നിന്നൊക്കെ വന്നതാണ്. ടെസ് മറിയ പോകാൻ റെഡിയായി നിൽക്കുന്നു. കൂട്ടുകാരോടൊത്തുള്ള വൈകുന്നേരത്തെ ഒരു പാർട്ടിക്ക്. സാറ്റർഡേ ഈവനിങ്ങിൽ പോയി കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ആഘോഷത്തിൻ്റെതായിരിക്കും അവർക്ക്. അല്പം കഴിഞ്ഞ് ടെസ് മറിയ പോയി. അത്താഴം റെഡിയായി. അത്താഴം ഒരുക്കാനായി ജീനും നോറയും നേരത്തെ തന്നെ ഇങ്ങു പോന്നിരുന്നു. ലാ ബൊക്കേറിയ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവർ നേരെ ഇങ്ങു പോന്നു. ഇത് അൽക്കച്ചോഫ എന്ന് പറയുന്ന ഒരു വിഭവമാണ്. പ്ലേറ്റിനടുത്തിരിക്കുന്ന പച്ച നിറമുള്ള കായ ഉണക്കി ഫ്രൈ ചെയ്തത്. വെജിറ്റേറിയനാണ്. നല്ല രുചിയുള്ള വിഭവം. ഉണക്ക ഇറച്ചി പോലെയാണ്. നോയമ്പ് കാലത്ത് ഇറച്ചിക്ക് പകരം തിന്നുന്ന വിഭവമാണെന്ന് ജീൻ പറഞ്ഞു തന്നു.
തൊടുപുഴക്കാരിയും അഡ്വക്കേറ്റുമാണ് ജീൻ. ഈ ഇരിക്കുന്നത് ക്രോക്കിത്താസ് ആണ്. ക്രോക്കറ്റ്സ് ഒരു തരം കട്ട്ലറ്റാണ് ക്രോക്കിത്താസ്. നമ്മള് കട്ട്ലേറ്റ്സ് എന്ന് പറയില്ലേ, കാളയുടെ വാലിലെ ഇറച്ചി കൊണ്ടുണ്ടാക്കുന്നതാണത്. കുറച്ചും കൂടി അകം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ഒറ്റ തക്കാളി കൊണ്ടുള്ള സലാഡാണ്. അത്തരം തക്കാളിയുടെ ഒരു ചെറിയ പതിപ്പ് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. ഒരു തേങ്ങയോളം വലിപ്പമുള്ള തക്കാളി. ഒരൊറ്റ തക്കാളി മുറിച്ചപ്പോൾ പാത്രം നിറഞ്ഞിരിക്കുന്നു. പിന്നെ അവക്കാഡോ കൊണ്ടുള്ള ഒരു ചട്നി, അതിനകത്തും ചീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ പലതരം മാംസവും ചീസും നിരത്തിവെച്ച ഒരു മരപ്പലക. ചീസ് പ്ലാറ്റർ എന്നാണ് അതിന് പറയുന്നത്. നാച്ചോസ് എന്ന ഒരു വിഭവം. പപ്പടം പോലുള്ള അത് അവക്കാഡോ ചട്നി കൂട്ടിയാണ് കഴിക്കുക. ചാർക്യൂട്ടറി ബോർഡ് എന്നൊരു പേരുകൂടിയുണ്ട് ഈ മരപ്പലകയ്ക്ക്. ഇവിടുത്തെ കത്തലാൻ സ്പെഷ്യൽ തനി സ്പാനിഷ് വിഭവങ്ങൾ. അത്താഴം ഇവിടെ ഒരുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നാടൻ ഭക്ഷണം വേണമെന്ന്. ഒരു സ്പാനിഷ് വീട്ടിൽ അത്താഴം കഴിക്കാൻ എന്തുണ്ടാവും അതുപോലെ വേണമെന്നാണ് പറഞ്ഞത്. ഇത് ഒലിവ് ഉപ്പിലിട്ടതാണ്. ആദ്യം സാലഡാണ് വിളമ്പുക. തക്കാളിയും ചീസും എല്ലാം ചേർന്ന സാലഡ്. അതിനു മുകളിൽ ഒലിവ് ഓയിലും ഒഴിക്കും. എന്തിലും ഒലിവ് ഓയിൽ യഥേഷ്ടം ഒഴിക്കും. ഇവരുടെ ആരോഗ്യത്തിൽ ഒലിവ് ഓയിൽ ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഭക്ഷണത്തിലും ഒലിവ് ഓയിൽ ചേർക്കും. അൽ കച്ചോഫ എനിക്ക് വിളമ്പി. ഞങ്ങൾ ചെറിയ തോതിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഒരു പ്രധാന വിഭവം ഇനിയും വരാനുണ്ട്. അതുണ്ടാക്കാൻ പോകുന്നതേയുള്ളൂ. എനിക്കത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉണ്ടാക്കാത്തത്. ഞങ്ങൾ സ്റ്റാർട്ടറുകളാണ് കഴിച്ചു തുടങ്ങിയത്. അടുത്ത ഒരു വിഭവം വന്നു. പോർക്ക് ഇബേരിക്കോ എന്ന വിഭവമാണ്. പോർക്ക് ഇബേരിക്കോ എന്നാൽ ഐബീരിയൻ പോർക്കാണ്. അതിന്റെ റിബ്സാണിത്. മാംസത്തോടു കൂടിയ വാരിയല്ല. ഞാൻ അതെടുത്ത് കഴിച്ചു. അപാര രുചിയാണ്. എല്ലാം കൂടി തിന്നു പോകുന്ന മട്ടിലുള്ള രുചിയാണ്. റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ രുചിയാണ് ഇങ്ങനെ വീട്ടിൽ തനത് രീതിയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക്. പുറത്ത് ഒരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെ ജീൻ പാചകം തുടരുകയാണ്. ആദ്യം അൽ കച്ചോഫ വറുത്തുവെക്കുന്നു. പയയ എന്നൊരു ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. ക്യാപ്സിക്കം, കലമാരി, പ്രോൺസ്, ഇത് മൂന്നും റെഡിയാക്കി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. മീനിന്റെ തല, മുള്ള്, തൊലി എന്നിവ, കറുവാപ്പട്ട, കുരുമുളക്, ചില പച്ചക്കറികൾ എന്നിവ ചേർത്ത് തിളപ്പിച്ചുണ്ടാക്കുന്ന ദ്രാവകമാണ് ഫിഷ് സ്റ്റോക്ക്. അത് ചേർത്ത് വേണം പയയ ഉണ്ടാക്കാൻ. ബിരിയാണി പോലുള്ള വിഭവമാണ്. പരന്ന പാത്രത്തിലേക്ക് ഫിഷ് സ്റ്റോക്ക് ഒഴിച്ചു. ഇതാണ് അതിന്റെ ബേസ്. പരന്ന പാത്രത്തിലാണ് പയയ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ സ്റ്റൗവിന് ഒരു പ്രത്യേകതയുണ്ട്. അടിയിൽ മാത്രം തീ കൊടുത്താൽ പോരാ, ചുറ്റോടു ചുറ്റും തീ കത്തിക്കണം. ഇങ്ങനെയാണത്. പയയ ഉണ്ടാക്കണമെങ്കിൽ ഈ പ്രത്യേക സ്റ്റൗ വേണം. ഗ്യാസ് സ്റ്റൗ തന്നെ. അടുത്തതായി തിളയ്ക്കുന്ന ഫിഷ് സ്റ്റോക്കിലേക്ക് അരിയിടണം. ബോംബ എന്ന അരി. സ്പെയിനിന്റെ കിഴക്കുഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രത്യേകതരം അരിയാണത്. അതിങ്ങനെ ഒരു പ്ലസ് അടയാളത്തിൽ ഇടുന്നത് അളവ് കൃത്യമാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇടുമ്പോൾ അതിന്റെ അളവറിയാം. വെള്ളത്തിൽ അല്പം പൊങ്ങി നിൽക്കും വിധം തലങ്ങും വിലങ്ങും അരി തൂവുന്നു. അത്രയാണ് അതിന്റെ ക്വാണ്ടിറ്റി. ബോംബ റൈസ് ഒരു പ്രത്യേകതരം അരിയാണ്. വലൻസിയ റൈസ് എന്നും അതിനൊരു പേരുണ്ട്. ബാഴ്സലോണയുടെ ഡെൽറ്റകളിൽ വലിയ തോതിൽ ബോംബ റൈസിന്റെ കൃഷിയുണ്ട്. പയയ ഉണ്ടാക്കുന്നതിന് ഈ അരി മാത്രമേ ഉപയോഗിക്കൂ. വെന്തു തുടങ്ങിയ അരിയിലേക്ക് കഷ്ണങ്ങളാക്കിയ കലമാരി ഇടുന്നു. കലമാരി എന്നാൽ നമ്മുടെ സ്ക്വിഡ് തന്നെ, കൂന്തൽ. പിന്നെ പ്രോൺസ്, ക്യാപ്സിക്കം മുറിച്ചതിടുന്നു. ഇനി അത് കുറച്ചു നേരം വേകണം. പയയ എന്നത് ബിരിയാണി പോലുള്ള ഒരു വിഭവമാണ്. സ്പാനിഷ് വിഭവം, പ്രത്യേകിച്ച് കത്തലോണിയക്കാരുടെ ഇഷ്ടവിഭവം. റെഡിയായ പയയ മേശമേൽ കൊണ്ടുവന്നു വെച്ചു. നല്ല ഗംഭീര മണം. ഇങ്ങനെയാണ് അത് വിളമ്പുക. ഈ ഭക്ഷണമൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ആളുകൾ കഴിക്കൂ. സ്റ്റാർട്ടറും സലാഡും ഒക്കെ കഴിച്ചിരിക്കുകയാണല്ലോ. ഗംഭീര വിഭവം. അങ്ങനെ തനത് സ്പാനിഷ് അത്താഴം കഴിച്ച് ഞാൻ അവിടെ നിന്നിറങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞു. തോമസ് കാറിൽ എന്നെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ സാൻ കുഗാത്തിൽ തന്നെയാണ് ഞാൻ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. സാൻ കുഗാത്തിലെ ഹോളിഡേ ഇൻ ഹോട്ടൽ.
തോമസിന്റെ വീട്ടിൽ നിന്ന് 2-3 കിലോമീറ്റർ ദൂരമേയുള്ളൂ. ഹോട്ടലിൽ ഞാൻ നേരത്തെ തന്നെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ മുറി ബുക്ക് ചെയ്യാനുള്ള കാരണം തോമസിന്റെ വീട്ടിൽ വൈകിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ്. നാളെയും തോമസാണ് എന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. സിറ്റിയിലേക്ക് 30-40 കിലോമീറ്റർ ഓടി തോമസ് രാവിലെ എന്നെ പിക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തു തന്നെയാണെങ്കിൽ തോമസിനും വന്ന് എന്നെ കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ. 525 നമ്പർ മുറി നല്ല മുറിയാണ്. ഹോളിഡേ ഇന്നിന്റെ നിലവാരം ഇവിടെയും കാത്തുസൂക്ഷിക്കുന്നു. സുഖമായിട്ടൊന്നുറങ്ങണം. നാളെ നഗരത്തിന് പുറത്തേക്കുള്ള യാത്രയാണ്. ഉറങ്ങും മുൻപ് അതിനുള്ള ചില ഒരുക്കങ്ങൾ നടത്തണം. ബാഴ്സലോണയിലെ ആദ്യ ദിനം ഇവിടെ അവസാനിക്കുന്നു.